ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിനെതിരെ തടസ്സ ഹർജി അഭിഭാഷകൻ നെയ്യാറ്റിൻകര നാഗരാജുവാണ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ തടസ്സ ഹർജിയുമായി അഭിഭാഷകനായ നാഗരാജു പോകുന്നത്. പ്രജീഷ്, PV അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്നാണ് നെയ്യാറ്റിൻകര നാഗരാജു ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോടതിയിൽ ഹർജി നൽകിയത്. ആ സമയത്ത് പക്ഷേ വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം വിജിലൻസ് എൻക്വയറി നടത്തുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ ആ റിപ്പോർട്ട് MR അജിത് കുമാറിന് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകുന്നതായിരുന്നു. അനധികൃതമായ സ്വത്ത് സമ്പാദനമില്ല എന്ന ഒരു കൺക്ലൂഷനിലാണ് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിനെതിരെയാണ് നെയ്യാറ്റിൻകര നാഗരാജു ഇപ്പോൾ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പറയുന്നത് വിജിലൻസിന്റെ അന്വേഷണം തൃപ്തികരമല്ല, ആ റിപ്പോർട്ടിൽ കൃത്യമായ അന്വേഷണം നടന്നതായി തെളിവില്ല എന്നുള്ളതാണ്. സർവീസിൽ കയറിയ കാലം മുതൽ 2025 വരെയുള്ള MR അജിത് കുമാറിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണം. അതിനൊപ്പം തന്നെ കവടിയാറിൽ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ ആ വീടിന് 1.5 കോടി രൂപയ്ക്കാണ് വായ്പയ്ക്ക് അപേക്ഷിച്ചതെങ്കിലും ആ വായ്പാ അപേക്ഷയിൽ പറയുന്നത് 3.5 കോടിയെങ്കിലും ആ വീടിന് പൂർത്തിയാകാൻ ചെലവ് വരും എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വത്തൊക്കെ അല്ലെങ്കിൽ ആ വായ്പയ്ക്ക് ശേഷമുള്ള പണമൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കണം. ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. ആരോപണ വിധേയനായ P ശശിക്കെതിരെയും അന്വേഷണം വിജിലൻസ് നടത്തിയിട്ടില്ല എന്നതടക്കമാണ് ഈ തടസ്സ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തടസ്സ ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഈ മാസം 18-ന് ആ തടസ്സ ഹർജി കോടതി പരിഗണിക്കും. ആ ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്.